ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സുരേന്ദ്രൻ തരൂര് ഇപ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മുൻ എം.എൽ.എ എ.ബി. ഗോപിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള വികസന മുന്നണിയിൽ ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബി.ജെ.പി വിടാനുള്ളൊരു തീരുമാനത്തിലേക്ക്? ബി.ജെ.പി വിടാനുള്ള സാഹചര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിൽ ചില പ്രോട്ടോക്കോളും ചില സിസ്റ്റങ്ങളുണ്ട്. അതെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഒരിക്കലും പാർട്ടിയെ നന്നാക്കില്ല, അത് കെടുത്തുകയുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു പ്രാവശ്യം അസംബ്ലിയിൽ സീറ്റ് കിട്ടാണ്ടായപ്പോൾ മണ്ഡലത്തിന് വിഭജിച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളെയും 2 മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് അവർ ഇനി നന്നാവും എന്ന പ്രതീക്ഷയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നേറി. അടുത്ത പോയപ്പോൾ അതിലും നിലപാട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് വന്നത്. ഈ അസംബ്ലിയിൽ ബൈ ഇലക്ഷനിലെല്ലാം പോയപ്പോൾ അവരെന്തോ ചെയ്തു, കോർപ്പറേഷൻ ലെവലിലെല്ലാം 4 ജില്ലകളും മുനിസിപ്പാലിറ്റി ലെവലിലെല്ലാം 2 ജില്ലകളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ പാലക്കാടിനെ പറയുകയാണെങ്കിൽ പാലക്കാട് ഒരു ജില്ലയും ഒറ്റപ്പാലം വേറൊരു ജില്ലയായിട്ട് കണക്കാക്കി. പക്ഷേ ഇന്നത്തെ തീയതി വരെയും ഒരു സംസ്ഥാന പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ജില്ലാ പ്രസിഡൻറ്റിനോ അവർ നിയമിക്കാൻ പറ്റിയിട്ടില്ല. ചുവട്ടിൽ നിന്ന് മുകളിലോട്ട് പോവുക എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നാൽ ഇപ്പോൾ ആകെപ്പാടെ ഉള്ളത് തകർന്നു കിടക്കുന്ന നിലയിലുള്ള നേതൃത്വമാണ് എന്നുള്ള കാരണത്താലാണ് ഇതിനെ ഉടച്ച് നന്നാക്കി നല്ലൊരു നേതൃത്വം കൊണ്ടുവരണം എന്നുള്ളൊരു സിസ്റ്റത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന് പേരിലും, പക്ഷേ ചെയ്യുന്നതെല്ലാം വികടമായിട്ടും. കാരണം ഇപ്പോഴുള്ള ഒരു ഉദാഹരണത്തിന് ഇപ്പോഴുള്ള മണ്ഡലം പ്രസിഡൻറ്റ് അതിൻ്റെ കഴിവുകേട് കൊണ്ടാണല്ലോ അടുത്തൊരു നല്ലൊരു മണ്ഡലം പ്രസിഡൻറ്റ് വേണം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് അതേ കഴിവില്ലാത്ത മണ്ഡലം പ്രസിഡൻറ്റ് ഇനിയും കഴിവില്ലാത്തൊരു മണ്ഡലം പ്രസിഡൻറ്റിന് നോമിനേറ്റ് ചെയ്തിട്ട് അവിടെ മണ്ഡലം പ്രസിഡൻ്റ് ആക്കാൻ പോണത്. അതേപോലെ എല്ലാം കഴിഞ്ഞ് ജില്ല കഴിഞ്ഞിട്ടാണ് ഇത്ര സംസാരം. ഇതെവിടെ നേരാവാനാണ്? ഒരിക്കലും നേരം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ, അങ്ങനെ നമ്മൾക്കൊന്നും അതിലോട്ട് ഉറച്ചു നിന്ന് പോകാൻ പറ്റത്തില്ല. ഒന്നത്. 2 വന്നിട്ട് പഞ്ചായത്തിലെ കമ്മിറ്റി ഉള്ള സമയത്ത് പഞ്ചായത്ത് കമ്മിറ്റിയോടോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻചാർജായിട്ട് ഇരിക്കുന്ന സമയത്തോ അതിനെക്കുറിച്ച് യാതൊരുവിധ ചോദിക്കാതെയാണ് ഇവർ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയതും കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ നേതൃത്വം ആ ജില്ലാ നേതൃത്വം അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിലെ പ്രവർത്തകരും പഞ്ചായത്തിലെ കമ്മിറ്റി എന്നുള്ളതാണല്ലോ പഞ്ചായത്തിലെ പ്രവർത്തകർ, അവർ സ്വാഭാവികമായി തളർന്നു പോകും. അതാണ് എൻ്റെ മെയിൻ കാര്യം. പിന്നെ വേറൊന്ന് ഞാൻ ഇതിൽ കണ്ടു, അന്ന് ഞാൻ പറഞ്ഞത് ഗോപിയേട്ടനെ അവിടെ ക്ഷണിച്ചതിൽ ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗോപിയേട്ടനെ ക്ഷണിച്ചതിലുള്ള കാര്യം ഞങ്ങളുടെ പ്രോട്ടോക്കോളാണ്, ക്ഷണിച്ചതല്ല കുറ്റം. പ്രോട്ടോക്കോൾ, അതായത് ഞങ്ങളെ അറിയിച്ച് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ എത്ര പേര് ബി.ജെ.പി വിട്ട് ഈ ജനകീയ വികസന മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട്? 100-ലധികം ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ ശരിക്കും പറഞ്ഞാൽ 12,900 സംതിങ് വോട്ടുണ്ടെങ്കിൽ അതിൽ 4,000 വോട്ടുള്ള ഏകദേശം 3,000-ഓളം ആളുകൾ ഇപ്പോൾ ഞങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, എല്ലാ കമ്മിറ്റികളും കംപ്ലീറ്റ് കമ്മിറ്റിയും ഞങ്ങൾ മുന്നണിയുടെ കൂടെ അണിനിരന്നു കഴിഞ്ഞു. ഇപ്പോൾ സുരേന്ദ്രൻ തരൂര് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് കാലം മാത്രമാണ് ബാക്കിയുള്ളത്. ശക്തി ആർജിക്കുകയാണ് ജനകീയ വികസന മുന്നണി. ഞങ്ങൾ ശക്തിയാണല്ലോ, ആർജിക്കേണ്ട ഒരു പ്രശ്നമില്ല. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ ജനിച്ച ആർക്കും അറിയാം പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ ഞങ്ങളാണ് ശക്തി എന്ന്. അത് ഇനിയിപ്പോൾ ആര് വന്നാലും വന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പോരാടി ജയിക്കുന്ന പാർട്ടിയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടിയുടെ പേരൊന്നും മാറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്നും ശക്തിയാണ്, എന്നും ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. കൂടുതൽ ആളുകൾ ഈ ജനകീയ വികസന മുന്നണിയുടെ ഭാഗമാകുമെന്ന് കരുതുന്നു. ഒരല്പം കാത്തിരിക്കുന്നു, എല്ലാം നേരിൽ കാണാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെയും ഭരണം പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതൊരു തമാശയായ ചോദ്യമില്ലേ. ഒരു കാരണവശാലും ഞങ്ങളല്ലാണ്ട് വേറെ ആർക്കും ഭരിക്കാൻ കഴിയും? ആരുണ്ട് ഇങ്ങനെ യോഗം വിളിച്ചാൽ കൂടുന്ന ഏതെങ്കിലും ഇത്രയും സംഘടനാ സംവിധാനമുള്ള ഒരു പ്രദേശമുണ്ടോ? സംഘടനാ ബലം വർദ്ധിച്ചു വരികയാണ്. ഇനി മറ്റേതെങ്കിലും പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കാം എന്നൊരു തീരുമാനമുണ്ട്.
പഞ്ചായത്തിൽ കുറിച്ച് ബാധിപ്പിക്കേണ്ട വ്യാപിപ്പിക്കേണ്ട പ്രശ്നം വരുന്നില്ല. ഈ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തും ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ ക്യാഡേഴ്സും ഉള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും ഇനി വ്യാപിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. മറ്റു പഞ്ചായത്തുകളിലേക്കും കൂടി ജനകീയ വികസന മുന്നണിയുടെ പ്രവർത്തനം ഞങ്ങൾ എന്താ പറയുക, ഒരാളെയും ഞങ്ങൾ വ്യക്തിപരമായി കുറ്റം പറയാം, ഒരക്ഷരം പറയില്ല. ഞാൻ വ്യക്തിപരമായി പറയില്ല, അതല്ലെങ്കിൽ ശോഭം വരുന്ന രീതിയിൽ പറയില്ല. ഇതൊന്നും ഞങ്ങൾ ചെയ്യാറ്. ഞങ്ങളുടെ പൊതുപ്രവർത്തനം, ആളുകൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക, മറ്റു കാര്യങ്ങൾ നടത്തുക. അതുകൊണ്ട് മറ്റു പഞ്ചായത്തിലേക്ക് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരട്ടെ, കുറച്ചും കൂടി കാത്തിരിക്കുക. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ജനങ്ങളുടെ ക്ഷേമമാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലക്ഷ്യമേ അതാണ്. ഞാൻ ജനിച്ച നാൾ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. ഏത് DCC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഈ ഗ്രാമം വിട്ടുള്ള കണി എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പെരിങ്ങോട്ടുകുറിശ്ശിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജീവനും ഊർജ്ജനും നൽകിയിട്ടുള്ളത്. നോക്കൂ, ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു മത്സരം, അപ്പൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഒരു ബൈ ഇലക്ഷൻ്റെ 1200 വോട്ടുള്ളപ്പോൾ 1100 കഴിഞ്ഞപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇനി വേണ്ട, 80% കടന്നു, ഇനി മത്സരിക്കരുത്, ഇനി ആളുകളെ കൊണ്ടുവരുന്നത് പറഞ്ഞു. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 72 വോട്ടാണ് കിട്ടിയത്, ബാക്കിയല്ല എനിക്കായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ പിന്തുണയാണല്ലോ മനസ്സിലാക്കാൻ, നമ്മളൊന്നും കൊടുത്തിട്ടല്ലോ. അതുകൊണ്ട് ഈ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതൊക്കെ പാർട്ടി എന്തൊക്കെ പാർട്ടി എന്ന് ഒരല്പം കഴിയും. ഇതിൻ്റെ അകത്ത് വേറെ ചില പാർട്ടിയുടെ ആളുകളുണ്ട്, ഞങ്ങളിപ്പോൾ പറയുന്നില്ല. എന്താ BJPക്കകത്തെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ഇനിയും പ്രവർത്തിക്കും എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സുരേന്ദ്രൻ തരൂർ ഉൾപ്പെടെ 100-ലധികം BJP പ്രവർത്തകർ അല്പസമയം മുമ്പ് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ വെച്ച് AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന ജനകീയ വികസന മുന്നണിയിൽ ചേർന്നിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.